നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, ചേച്ചി എവിടെയായിരുന്നു? ചേച്ചി ആരവും ഗൗതമേട്ടനൊക്കെ എവിടെ? അല്ല, ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ഞങ്ങൾ പേടിച്ചിട്ടാ പോലീസിന് വാതിൽ തുറന്നു കൊടുത്തേ. നിങ്ങളുടെ ആ പേടി മനസ്സിലാക്കിയതുകൊണ്ടാ ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടാവാതിരുന്നത്. നിങ്ങൾ വാ. അല്ല, അവരെവിടെ? അവരെ രണ്ടുപേരെ ഞാൻ സേഫ് ആയിട്ട് ഒളിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് എന്ത് പറഞ്ഞു നിന്നാലും നമുക്ക് പോലീസിനോട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അതറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പോയതിന്റെ പിന്നാലെ ഞാൻ അവരെ ഇവിടുന്ന് മാറ്റി. ദേ, ഇങ്ങോട്ട് ഇറങ്ങി വാ. പോലീസ് പോയോ? പോലീസ് ഉടനെ പോകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് രാത്രി മുഴുവൻ പോലീസ് ഇവിടെ ഉണ്ടാവും. അപ്പോ ഗൗതവും ആരവും എങ്ങനെ പുറത്തു പോകും? ഇന്നിനിപ്പോ ഇവര് രണ്ടുപേരും പുറത്തു പോകാതിരിക്കുന്ന നല്ലത്. അത് അല്ല, രാവിലെ നമുക്കെല്ലാം പൂജയ്ക്ക് പോകാനുള്ളതല്ലേ? ഞാനിവിടെ ആയിപ്പോയാ പ്രശ്നമാവുമല്ലോ. പൂജയ്ക്ക് ഇവിടെ നിന്നായാലും റെഡിയായി പോവാലോ. ഇപ്പൊ എന്തായാലും രണ്ടാളും പുറത്തു പോകണ്ട, പോലീസ് പിടിക്കും. നാളെ നേരം പുലർന്നാൽ ഞങ്ങളെ എല്ലാവരും കാണില്ലേ? പിന്നെ ഞങ്ങൾ എങ്ങനെ പുറത്തു പോകും? നാളെ രാവിലത്തെ കാര്യല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഗൗതമേട്ടനും ആരവും ഇന്ന് ഈ റൂമിൽ താമസിച്ചോ? ഞങ്ങളെല്ലാം നിശ്ചയിച്ച റൂം ഷെയർ ചെയ്യാം. അതെ, ആ അത് ശരിയാ, അങ്ങനെ ചെയ്യാൻ ഗൗതം. എന്തായാലും ഇന്നിന് പുറത്തു പോണ്ട. എന്നാലും നാളെ ഞങ്ങൾ എങ്ങനെ പുറത്തു പോകും? അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. എന്തായാലും ഇപ്പൊ രണ്ടാളും വാതിലടച്ച് കിടന്നോ. വാ, നമുക്ക് നിധിച്ചേച്ചിന്റെ റൂമിലേക്ക് പോവാം. ആ ശരി ഗൗതം. ഗൗതം, സൂക്ഷിക്കണേ. ആര് വന്ന് തട്ടിയാലും വാതിൽ തുറക്കരുത്. അക്കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. ചേച്ചി പോയിട്ട് വാ. നിധിക്കൊരു സർപ്രൈസ് കൊടുക്കാനാ വന്നത്. അതിങ്ങനെയാവുമെന്ന് കരുതിയില്ല. ഇതിപ്പം കൊടുക്കല്ല, ഊരാ കൊടുക്കായാലോടാ. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? ദേ, ഇവിടുന്ന് പുറത്ത് കിടന്നില്ലെങ്കിലേ നാളത്തെ പൂജയുടെ കാര്യം കുഴപ്പത്തിലാവും. പൂജ മുടങ്ങിയാ ഞാനും നിധി ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. ചേട്ടൻ വിഷമിക്കാതെ, നമുക്ക് നാളെ വഴി ഉണ്ടാക്കാം. എന്ത് വഴി? പട്ടാ പകല് പുറത്തിറങ്ങിയാൽ എല്ലാവരും കാണില്ലേ? ചേട്ടൻ ഇതിനകത്ത് കൊണ്ടുവന്നത് ഞാനാ. ഞാൻ തന്നെ ചേട്ടനെ സുരക്ഷിതനായി പുറത്തെത്തിക്കും. അതിന് എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? അത് ഞാൻ നാളെ പറയാം. ഇപ്പൊ ചേട്ടൻ സമാധാനത്തോടെ വന്ന് കിടന്നുറങ്ങ. സമയത്രയായി? അയ്യോ, 9 മണിയായോ? നിധിയും ഗൗതം പൂജയ്ക്ക് പോയിട്ടുണ്ടാവോ? ഇന്നും പൂജ നടക്കോ? ആ പൂജ നടക്കാൻ പാടില്ലല്ലോ. അത് നടക്കാനാണെങ്കിൽ ഞാനെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നേ?
ആ പൂജ മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ചെയ്യണം.